ഈ ബിഗ് ബോസിനെ കുറിച്ച് അറിയുന്നത്, ബിഗ് ബോസിൻ്റെ ഇഷ്ടപ്പെടുന്നവർ, ബിഗ് ബോസ് കണ്ടസ്റ്റൻ്റ് ഇഷ്ടപ്പെടുന്നവർക്ക് മാത്രം നിങ്ങൾ ഈ വീഡിയോ അയച്ചു കൊടുക്കുക. കാര്യം ഇങ്ങനെ അയച്ചു കൊടുക്കുമ്പം അവർ ആരെങ്കിലും ഇതിൻ്റെ അകത്ത് നിൽക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അവർ നിൽക്കും. കാര്യം ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കിയുള്ളൂ. ഇനി നിങ്ങൾക്ക് വിരലിലെണ്ണാവുന്ന മണിക്കൂർ മാത്രം ബാക്കിയുള്ളൂ. ഇന്ന് വെള്ളിയാഴ്ച ആയിട്ടുണ്ട്. വെള്ളിയാഴ്ച രാത്രി 12 മണിയാകുമ്പോൾ വോട്ടിംഗ് ക്ലോസ് ചെയ്യും. സോ വിരലിലെണ്ണാവുന്ന മണിക്കൂർ മാത്രം ബാക്കിയുള്ളൂ. സോ ഗൈസ്, നിങ്ങളുടെ ആരെങ്കിലും, നിങ്ങളുടെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവോ അങ്ങനെ ഒരുപാട് പേരുണ്ടല്ലോ, അപ്പോൾ അവരെയൊക്കെ അയച്ചു കൊടുത്തിട്ട് നിങ്ങളുടെ പർട്ടിക്കുലർ ഒരാൾ കാണുമല്ലോ. ഇപ്പോൾ ഞാനിപ്പോൾ പറയണം ജിൻഡു നിൽക്കണം, അല്ലെങ്കിൽ ജാസ്മിൻ നിർത്തണം, അല്ലെങ്കിൽ അർജുൻ നിൽക്കണം, ഇങ്ങനെ നിൽക്കണം എന്ന ആഗ്രഹമുള്ളവരെല്ലാവരും ഇത് അയച്ചു കൊടുത്തു കഴിഞ്ഞ് ഹോട്ട്സ്റ്റാർ കയറി ഓടിടാൻ പറയുക. സോ മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്ക് ചെയ്യാം, അല്ലാതെ അൺസബ്സ്ക്രൈബ് ചെയ്യുന്നവർക്ക് അങ്ങനെ ചെയ്തു പോകാം. ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ബെല്ലടിക്കുന്നവർ ബെല്ലടിക്കുക, അല്ലാതെ ബെല്ലടിക്കാതെ പോകുന്നവർക്ക് ബെല്ലടിക്കാതെ പോകാം. പിന്നെ ബെല്ലടിച്ച് കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും. സോ കഴിഞ്ഞ വീക്കിൽ എല്ലായിടത്തും നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം നടന്നിട്ടുണ്ട്. 2 പേര് ഞാൻ പറഞ്ഞ ആളാണ് പോയത്. സോ ഗൈസ്, നിങ്ങൾക്ക് ആർക്കെങ്കിലും എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടില്ല, അയ്യോ എന്തൊരു തേങ്ങയുടെ പറഞ്ഞു അരച്ച് പോടെ എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അൺസബ്സ്ക്രൈബ് ചെയ്താൽ. സോ എനിക്കൊരു കുഴപ്പമില്ല ഗൈസ്. കാര്യം നിങ്ങളുടെ നെറ്റ്, നിങ്ങളുടെ സമയം, നിങ്ങളുടെ എല്ലാ കാര്യങ്ങളുമാണ്, എൻ്റേതല്ല. സോ ഗൈസ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ചാനൽ അൺസബ്സ്ക്രൈബ് ചെയ്ത് പോകുന്നതാണ്, എനിക്കൊരു പ്രശ്നമില്ല. സോ ഗൈസ്, എന്തായാലും നമുക്ക് നേരെ കറക്റ്റ് വോട്ടിംഗ് അപ്ഡേറ്റിലേക്ക് പോകാം. കാരണം ഇനി മണിക്കൂർ മാത്രമേ ബാക്കിയുള്ളൂ. യാതൊരു തരത്തിലും മുന്നേറ്റമോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇപ്പോഴത്തെ വോട്ടിംഗ് വെച്ച് നോക്കുകയാണെങ്കിൽ എല്ലാവരും കുറച്ച് ഈക്വലി കുറച്ച് ബാലൻസിലാണ് നിൽക്കുന്നത്. നല്ല രീതിയിൽ വോട്ടിംഗ് ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി കാര്യങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ വോട്ടിങ്ങിൽ മുന്നോട്ട് കൊണ്ടുവരാൻ പറ്റാവുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ട്. മുടിയനൊക്കെ നല്ല താഴോട്ടാണ് നിൽക്കുന്നത്. മുടിയനൊക്കെ ഒരുപാട് ഫാൻസൊക്കെ ഉള്ളതാണ്. സോ ഗൈസ്, എന്തായാലും ഞാൻ പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ വോട്ടിങ്ങിലേക്ക് പോകാം. സോ ഫസ്റ്റ് ആരാണ്? ഫസ്റ്റ് ജാസ്മിനാണ്. ജാസ്മിന് 4,72,356 വോട്ടാണ് ജാസ്മിനുള്ളത്. ഈ ജാസ്മിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായ, എല്ലാ ഫാമിലി ഒരുപാട് ജാസ്മിനൊക്കെ റൂമം വയ്ക്കുകയാണ്. അത് ഭയങ്കര എന്താ പറയുക, അങ്ങനെ ആരും പോകില്ല. നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാക്കുക എന്ന് വെച്ചാൽ, ജിൻഡോയും ജാസ്മിനും തമ്മിലൊരു ഫൈറ്റ് ഉണ്ടായി ഇന്നലെ തന്നെ. എന്നിട്ട് ജിൻഡോയുടെ ഫാമിലി വന്നപ്പോൾ ആദ്യം ഓടിപ്പോയി കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തത് ജാസ്മിനാണ്. അങ്ങനെയെന്ന് വെച്ച് ഞാൻ എൻ്റെ ഒരു കാൽക്കുലേഷൻ വെച്ച് ജാസ്മിൻ ഗെയിമായിട്ട് എടുത്ത് അപ്പം വിടും. പക്ഷേ അതിൻ്റെ അകത്തുള്ള ബാക്കിയുള്ളവരാരും ഈ ഗെയിമായിട്ട് തന്നെ ഒന്നാം ദിവസം തൊട്ട് മനസ്സിൽ കൊണ്ടു നടക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെ മനസ്സിലിട്ടിട്ടിട്ടിട്ട് വിഷമാക്കി കൊണ്ട് നടക്കുന്ന ഒരുപാട് പേരുണ്ട്. ആ ഒരു കൂട്ടത്തിൽ ജാസ്മിൻ ഇല്ല എന്നാണ് എൻ്റെ ഒരു കാൽക്കുലേഷൻ. നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. സോ നെക്സ്റ്റ് 7ാം സ്ഥാനമാണ് ഋഷി, 2,22,345 വോട്ട്. ഇന്നൊരു നല്ലൊരു ഫൈറ്റ് നടക്കുന്നുണ്ട്. ആ ഫൈറ്റിൽ ഒരു കാര്യമില്ലാതെ ചുമ്മാ ബിസ്ക്കറ്റും കഴിച്ച് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇവർ തമ്മിലൊരു ഇറങ്ങിച്ചെന്ന് പിടിച്ച് മാറ്റുക ഒന്നുമില്ല. ഇവർ വിചാരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഫൈറ്റ് ഉണ്ടാക്കിയിട്ട് 2 പേര് ഇറങ്ങി പോയി കഴിഞ്ഞാൽ അത്രയും നല്ലതെന്ന് പറഞ്ഞാണ് ഇവരൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്. മുടിയെ മാത്രമല്ല, മുടിയൻ്റെ കൂടെ വേറെ ആളും കൂടെ ഉണ്ട്. അത് ഞാൻ എന്തായാലും വഴിയെ കാണിക്കുന്നതായിരിക്കും. മുടിയന് ഒരുപാട് ഫാൻസ് ഉണ്ട്. ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒരു പാട്ടൊക്കെ ഡാൻസൊക്കെ കളിച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഡാൻസൊക്കെയാണ് ഉള്ളത്. പിന്നെ ഉപ്പുമ്പോൾ ഫാമിലിയൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ 2 സ്റ്റോറിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഇഷ്ടം പോലെ പേര് വരും. കാര്യം ഈ 7ാം സ്ഥാനത്ത് നിന്നൊക്കെ മാറും. കാര്യം ഈ വോട്ടിങ്ങൊക്കെ കുറച്ച് വ്യത്യാസങ്ങളേ ഉള്ളൂ. ഞാൻ ഇപ്പോഴും പറയുന്നുണ്ട്, കുറച്ച് വ്യത്യാസങ്ങളേ ഉള്ളൂ. മണിക്കൂറുള്ളിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഷെയർ ചെയ്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അയാളെ അവിടെ നിർത്താം. സോ നെക്സ്റ്റ് അർജുൻ 6ാം സ്ഥാനം, 2,41,345 വോട്ട്. അർജുൻ്റെ ഫാമിലിയാണ് വന്നതിൽ വെച്ച് ഏറ്റവും നല്ല ഫ്രണ്ട്ലി ആയിട്ടും പ്രേക്ഷകർ ഏറ്റെടുത്ത ഫാമിലി അതാണ്. പക്ഷേ ആ ഒരു കോംബോ നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നത് യാഥാർത്ഥ സത്യമാണ്. കാര്യം ഇപ്പം അർജുൻ പോകുമ്പോഴത്തേക്കും ശ്രീതു അങ്ങ് ഒഴിഞ്ഞ് മാറുന്നൊരു കാഴ്ചയാണ് എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നത്. സോ ഗൈസ്, അപ്പോൾ അവരൊരു കോംബോ അവിടെ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഇനി ആ കോംബോ ഉണ്ടാവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല ഉണ്ടാവുമെന്ന്. കാര്യം ശ്രീതുവിൻ്റെ അമ്മ എന്ന് പറഞ്ഞതിന് ശേഷം ആ കോംബോ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അർജുൻ ഫേക്ക് എന്നൊക്കെയാണ് ശ്രീതു പറയുന്നത്. ഇനി എന്ത് സംഭവിക്കുമെന്ന് എനിക്കറിയില്ല. സോ ഗൈസ്, എന്തായാലും നമുക്ക് അർജുനും ശ്രീതു ഒന്നിക്കാൻ വേണ്ടി നമുക്ക് കാത്തിരിക്കാം. കാര്യം ഒരുപാട് നല്ല ഷോട്ട്സൊക്കെ വന്നിട്ടുണ്ട്. സോ നെക്സ്റ്റ് ആരാണ്? കമോൺ. സോ ഗൈസ്, 4ാം സ്ഥാനം 2,85,890 വോട്ട്. ഒരു പ്രാവശ്യം കൂടെ 4ാം സ്ഥാനം 2,85,890 വോട്ടാണ്. അപ്സരയ്ക്കാണ്. സാന്ത്വന ഫാമിലിയിലുള്ള എല്ലാവരും ഞാൻ കണ്ടായിരുന്നു സ്റ്റോറി കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട്. അങ്ങനെ ഇടുന്നതുകൊണ്ടാണ് ഇവർക്ക് വോട്ടുകൾ വീഴുന്നത്. കാര്യം ഇവരൊക്കെ സ്റ്റോറി ഇടുമ്പോൾ എങ്ങനെ പോയാലും ഈ എത്രയോ ലക്ഷക്കണക്കിന് ആൾക്കാർ ഇവർക്ക് ഫോളോവേഴ്സൊക്കെ ഉള്ളത്. അപ്പോഴത്തേക്ക് എന്തായാലും അതിലൊരു 10% ആൾക്കാർ എന്തായാലും വന്ന് ഹോട്ട്സ്റ്റാർ കയറി. ഹോട്ട്സ്റ്റാർ ഇല്ലാത്ത ആരുമില്ല, അത് നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും. ഹോട്ട്സ്റ്റാറിൽ ആദ്യം സിനിമ കാണാൻ, ബിഗ് ബോസ് കാണാൻ അങ്ങനെ കയറുന്നവരുണ്ട്. പിന്നെ ജസ്റ്റ് വന്ന് ഒരു ലൈക്ക് അങ്ങ് ഇട്ടിട്ട് പോകും, മീൻസ് ഒരു വോട്ട് ഇട്ടിട്ട് പോകും. മുമ്പൊക്കെ അത് 50 വോട്ടുണ്ടായിരുന്നു. അപ്പം ഇതിനെക്കാട്ടി വോട്ടാണ് വന്നുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പം എല്ലാവർക്കും ഒരു വോട്ടേ ഉള്ളൂ. പക്ഷേ കേരളക്കരയാകെ ഈ പുള്ളിക്കാർ ഒരുപാട് പേർക്കറിയാം. ഇന്നലെ ജിൻഡോയുടെ ഫാമിലി വന്നപ്പോൾ ജിൻഡോ പറഞ്ഞില്ലേ, അമ്മ അറിഞ്ഞൂടെ? അപ്പോൾ പറഞ്ഞു അറിയാം സാന്ത്വനം 7 മണിയാകുമ്പോൾ ഞങ്ങളെല്ലാവരും ഇന്ന് കാണും. സോ അങ്ങനെ ഒരു ഫെമിലിയറായ മുഖമായതുകൊണ്ട് ഒരുപാട് പേര് അങ്ങനെ വോട്ട് ഇടുന്നുണ്ട്. സോ നെക്സ്റ്റ് ആരാണെന്ന് നോക്കാം. അവിടെ നിൽക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് 8ാം സ്ഥാനത്തേക്ക് പിന്തള്ളിക്കൊണ്ടിരിക്കുകയാണ്. 2 ലക്ഷം വോട്ടാണ്. പക്ഷേ യാതൊരു തരത്തിലുള്ള മുന്നേറ്റ കാര്യങ്ങളൊന്നുമില്ല. ഉറപ്പായിട്ട് അൻസിബ പോകാനുള്ള ചാൻസ് കൂടുതലാണ്. ഈ ആഴ്ച പോകുന്നത് 1 2 പേരല്ല 3 പേരാണ് പോകുന്നത്. അതിൽ അൻസിബ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ
ഇനി ദിവസങ്ങൾ കഴിയുന്തോറും ആൾക്കാരുടെ എണ്ണം കുറഞ്ഞ് വരും. അപ്പോൾ അൻസിബ് എന്തായാലും ഈ ആഴ്ച പോകും, യാതൊരു മാറ്റവുമില്ല. കാര്യം അൻസിബയുടെ ഫാൻസ് ആരും കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വോട്ടിട്ട് നിർത്താം. പിന്നെ അതുപോലെ തന്നെയാണ് എല്ലാവരും കുറച്ച് വോട്ടിനൊക്കെയാണ് പിന്നോട്ട് ഫ്രണ്ടിലോട്ടൊക്കെ നിൽക്കുന്നത്. എനിക്ക് തോന്നുന്നു ആരെങ്കിലുമൊക്കെ മുന്നോട്ട് വരാനുള്ള ചാൻസ് കൂടുതലാണ്. മണിക്കൂറുകളിൽ വോട്ടുകൾ മറിയാം. പിന്നെ കള്ള വോട്ടിടൊന്നും ഇടാൻ പറ്റില്ല, വോട്ടടിച്ച് കയറ്റാൻ പറ്റില്ല, ജെന്യുൻ വോട്ട് മാത്രമേ ഇടാൻ പറ്റുള്ളൂ. സോ ഗൈസ്, നിങ്ങളുടെ ഫാൻസ് ആരെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ നിങ്ങളിത് അയച്ചു കൊടുക്കുക. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ, വേറെ ഒന്നും എനിക്ക് പറയാനില്ല. സോ നെക്സ്റ്റ് ശ്രീധുവാണ് 5ാം സ്ഥാനം, 2,77,234 വോട്ടാണ്. ശ്രീധുവിൻ്റെ അമ്മ വന്ന സമയത്തുള്ള എപ്പിസോഡ് നിങ്ങൾക്ക് മനസ്സിലാവും. ശ്രീധുവിൻ്റെ അമ്മ പറഞ്ഞായിരുന്നു അവൾ കിടുക്കാഴ്ചയാണ്, അവൾ പഠിക്കും, അവൾ സൂപ്പറാണ്, ആക്ട് ചെയ്യും, അവൾക്ക് സിനിമ ചെയ്യണമെന്നാണ്, അവളെ പാഷനിലോട്ട് പോകണം, അല്ലാതെ ഒരു വേറെ ഗെയിമോ കാര്യങ്ങൾ അങ്ങനെ പറയുമ്പം തന്നെ അർജുന് മനസ്സിലാക്കാവുന്നൊരു, അർജുൻ മാത്രമല്ല നമുക്ക് നോർമൽ മനുഷ്യന് മനസ്സിലാക്കാവുന്ന കാര്യമാണ്. അവർക്ക് ആ ബന്ധം തുടർന്ന് കൊണ്ടുപോകാൻ താല്പര്യമില്ല എന്നാണ് എനിക്ക് തോന്നിയത്. നിങ്ങൾക്ക് അങ്ങനെയാണ് തോന്നിയത്, നിങ്ങൾ കമൻറ്റ് ചെയ്യണം. സോ ഗൈസ്, നെക്സ്റ്റ് ആരെന്ന് പറയുന്നില്ല, കാര്യം ഒരുപാട് ഷോർട്സൊക്കെ ഇപ്പോൾ കുറഞ്ഞേട്ടെ. ഇപ്പം മുമ്പൊക്കെ അർജുനും ശ്രീധുവിൻ്റെ ലവ് ഇപ്പം എല്ലാ ഷോകവും സെൻറ്റിയൊക്കെ ആക്കിയിട്ട് ഷോർട്സുകൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. സോ നെക്സ്റ്റ് ആരാണ്? നെക്സ്റ്റ് എൻ്റെ ശരിയെങ്കിൽ റസ്മിൻ ആയിരിക്കും. യെസ്, അബ്സല്യൂട്ട് റൈറ്റ്. റസ്മിന് 1,55,876 വോട്ടാണ്. റസ്മിന് എല്ലാവരും ഒരു അർജുനായാലും ശ്രീധു ആയാലും എല്ലാവരും വിഷമങ്ങൾ പോയി പറയാൻ റസ്മിനാണ്. അപ്പോൾ റസ്മിൻ ഈ ആഴ്ച പോയി കഴിഞ്ഞാൽ ഇപ്പോൾ രണ്ടുപേരും ആരോട് പോയി പറയും വിഷമം? എൻ്റെ ചോദ്യം ഇതാണ്. ആ റസ്മിൻ എല്ലാവർക്കും മോട്ടിവേഷൻ കൊടുക്കാറുണ്ട്. ഈ ആഴ്ച മൊത്തം റസ്മിൻ നല്ല ഫണ്ണായിരുന്നു. പക്ഷേ റസ്മിന് കാര്യമില്ല, റസ്മിൻ എന്തായാലും ഈ ആഴ്ച പോകും. കാര്യം നല്ല വോട്ട് കുറവാണ്. ഇനി ഒരു മുന്നേറ്റം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മണിക്കൂറുള്ളിൽ എന്തെങ്കിലും ഒരു വ്യതിയാനം ഉണ്ടായിക്കഴിഞ്ഞാൽ മാറാം. ഇനി വിരലെണ്ണാവുന്ന മണിക്കൂറുള്ളൂ. ഓൾമോസ്റ്റ് ഒരു 1, 2, 3, 4, 5, 6, 7, 8 മണിക്കൂറുള്ളൂ. 7 മണിക്കൂറും ഇല്ല, അതിനകത്തേ ഉള്ളൂ. അപ്പം ചിലപ്പോൾ മറിയാതിരിക്കാം. കേരളക്കരയാകെ എല്ലാവരും സ്റ്റോറിയും കാര്യങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കയറി വരും, ഇല്ലെങ്കിൽ പോകും, അത്ര തന്നെ. സോ നെക്സ്റ്റ് ആരെ നോക്കാം? 3ാം സ്ഥാനം വന്നില്ല, അഭിഷേകായിരിക്കും. അപ്പോൾ അത് യെസ്, 3ാം സ്ഥാനം 3 ലക്ഷം വോട്ടായിട്ട് അഭിഷേകുണ്ട്. അഭിഷേകിന് നല്ല വോട്ട് വീഴാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അഭിഷേക് വന്ന ദിവസം തൊട്ട് തന്നെ എല്ലാ ഗെയിം കളിക്കുക ഫിസിക്കലാണെങ്കിൽ അഭിഷേകാണ് ഫസ്റ്റ്. പിന്നെ അതുപോലെ തന്നെയാണ് ഫൈറ്റിൻ്റെ കാര്യത്തിലായാലും ഓട്ടത്തിൻ്റെ കാര്യത്തിലായാലും ഫൈറ്റ് ചെയ്യാനാണെങ്കിൽ അഭിഷേക് അട്ടയ്ക്ക് നിൽക്കുന്നതാണ്. ഇടയ്ക്ക് വെച്ച് അഭിഷേക് ഡൗൺ ആയിട്ട് അഭിഷേക് എന്നെ പറഞ്ഞ് ഞാൻ ഒറ്റയ്ക്ക് തന്നെ പൊരുതി കയറി വരുമെന്ന് പറഞ്ഞ് അഭിഷേകിനെ പൊരുതി വരുന്നുണ്ട്. സോ അഭിഷേക് ഫാൻസ് ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ വോട്ടിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, അഭിഷേക് സേഫാണ് എന്ന് മാത്രമേ എനിക്ക് പറയുള്ളൂ. നിങ്ങൾ ആരും വോട്ട് ഇടണ്ട എന്ന് വെച്ചാൽ വോട്ടിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, അഭിഷേക് സേഫാണ്. കാര്യം 3 ലക്ഷം വോട്ടൊക്കെ ഇനി തളർത്താനോ മുന്നോട്ട് കൊണ്ടുവരാൻ ആരുമില്ല. കാര്യം മണിക്കൂർ മാത്രം ബാക്കിയുള്ളൂ. ഇനി അഭിഷേകിനെ മറികടക്കാൻ ആരുമില്ല എന്ന് തന്നെ ഞാൻ പറയുന്നുണ്ട്. അഭിഷേകിനെ മറികടക്കാൻ ആരുമില്ല. കാര്യം ഈ 3 ലക്ഷം വോട്ടൊന്നും മറികടന്നവരാരുമില്ല. അപ്പോൾ ഈ കൂട്ടത്തിലെ കൊമ്പൻ എവിടെ ഫസ്റ്റ് എവിടെയെന്നാണ് നമ്മുടെ ചോദ്യം. ഈ കൂട്ടത്തിലെ കൊമ്പൻ വന്നു കഴിഞ്ഞു, 5 ലക്ഷം വോട്ടായിട്ടാണ്. ഇനി ആർക്കും കയറി വരാൻ പറ്റാത്ത അവസ്ഥയിലാണ്. എന്ന് വെച്ചാൽ ഇനി ആരും വരില്ല. ഈ 5 ലക്ഷം വോട്ട് മറയ്ക്കാൻ ആരുമില്ല. അങ്ങനെ വരണമെങ്കിൽ ഒരേ ഒരാളേ ഉള്ളൂ. അതാരെന്ന് വെച്ചാൽ ജാസ്മിന് ഒരു 4 ലക്ഷം സംതിങ് വോട്ടുണ്ട്. മണിക്കൂറുകൾക്കുള്ളിൽ ജാസ്മിൻ വന്നാൽ പോലും അതിനെ മുന്നോട്ട് തന്നെ ജിൻഡോ കൊണ്ടുപോകുന്നതിന് എനിക്ക് തോന്നുന്നുണ്ട്. കാര്യം ഒരാഴ്ചയിൽ 3 ദിവസം ജിൻഡോ ബാക്കിലായിരുന്നു. പിന്നെയുള്ള ബാക്കി എല്ലാ ആഴ്ച ജിൻഡോയാണ് ഫസ്റ്റ്. ജിൻഡോയുടെ വോട്ടിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മാതിരി വോട്ടുകളാണ്. ഒരുപാട് വോട്ട് ജിൻഡോയ്ക്ക് വരുന്നുണ്ട്. കാര്യം ജിൻഡോ ഒറ്റയ്ക്ക് കളിക്കുന്നുണ്ടാണ്. അതുമല്ല, പക്ഷേ ഇന്നലത്തെ ജിൻഡോയ്ക്ക് നല്ല നെഗറ്റീവാണ് അടിച്ചത്. കാര്യം സിജുയുടെ ടീം നേരെ ടിക്കറ്റ് ഫിനാലിൽ പോകുന്നതിന് ജിൻഡോയുടെ ഒരു മൈൻഡ് ഗെയിമെന്ന് പറയാൻ പറ്റില്ല. കാര്യം അത് അൺഫെയർ ഗെയിമാണ്. കാര്യം അവർ എത്രത്തോളം പില്ലോ കഷ്ടപ്പെട്ട് ചെയ്തിട്ട് എല്ലാം റിജക്റ്റ് ചെയ്ത് ഒന്നുപോലും ചെയ്യില്ലാത്തതെന്ന് വെച്ചാൽ അത് അൺഫെയർ ആണ്. അത് ജിൻഡോയ്ക്കൊരു കറക്റ്റ് നെഗറ്റീവായിട്ടാണ് അടിച്ചത്. എനിക്കത് ഉൾക്കൊള്ളാൻ പറ്റില്ല. ആസ് എ പേഴ്സൺ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. നിങ്ങൾക്കെങ്കിലും ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. പക്ഷേ ജിൻഡോ ഫാൻസ് കടുത്ത ആരാധകന ജിൻഡോ എന്ന് പറഞ്ഞവർക്കത് അവർക്ക് ഇതൊക്കെ ഗെയിമായിട്ട് തോന്നും. പക്ഷേ എന്നാലും അവരൊരു എഫേർട്ട് മനസ്സിലാക്കണം. കാര്യം അത്രയും ടീം ഉണ്ടെങ്കിൽ സിജോയും അപ്സരയാണ് നല്ല രീതിയിൽ വർക്ക് ചെയ്തത്. അപ്പോഴും സിജോ കയറി ഒന്ന് ചൂടായോ എന്നൊക്കെ ഷൗട്ട് ചെയ്ത് സംസാരിക്കുന്ന പോയില്ല. അപ്സരയാണ് പറഞ്ഞത് അൺഫെയർ ആണെന്ന്. പക്ഷേ അതെനിക്ക് അൺഫെയർ ആയിട്ട് തോന്നി. നിങ്ങൾക്കും അൺഫെയർ ആയിട്ട് തോന്നിയെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. സോ ഗേസ്, നിങ്ങളുടെ ഫാൻസോ നിങ്ങളുടെ നിങ്ങളുടെ ബിഗ് ബോസ് ഹൗസിൽ ഇനിയും നിൽക്കാൻ ആഗ്രഹമുള്ളവരെ കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ വോട്ട് ആർക്കാണ് ഇട്ടതുകൊണ്ട് കമൻറ്റ് ചെയ്യുക. സോ ഗേസ്, എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അൺസബ്സ്ക്രൈബ് ചെയ്ത് പോവാം. യാതൊരു കുഴപ്പമില്ല. സോ എന്തായാലും നമുക്കിനി ഒരു 11 മണിക്ക് രാത്രി ഒരു 11 മണിയാകുമ്പോൾ ഒരു വീഡിയോ ഇടുന്നതായിരിക്കും. സോ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, കമൻറ്റ് ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം, ബെല്ലടിക്കാം. നിങ്ങൾക്ക് ചെയ്യുന്ന കമൻറ്റുകളൊക്കെ ചെയ്യാം, യാതൊരു കുഴപ്പമില്ല. സോ ഗൈസ്, എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അൺസബ്സ്ക്രൈബ് ചെയ്ത് തന്നെ പോകാം. കാര്യം നമ്മൾ ആരെയും പിടിച്ചു വയ്ക്കാൻ പാടില്ല. സ്വതന്ത്രമായ ഇന്ത്യയാണ്. എല്ലാവരും പറക്കട്ടെ, വെള്ളക്കൊടികളെ കാണിച്ച് പറക്കട്ടെ. സോ ഗൈസ്, AR ആകാശ്, ബൈ സൂ.